ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച് അമേരിക്ക C-17 എന്ന US എയർഫോഴ്സ് വിമാനത്തിലാണ് കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിക്കുക. കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ ഇതിനിടെ മരവിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിവരങ്ങളുമായി കിരൺ ബാബു. കിരൺ, ട്രംപ് അധികാരമേറ്റയുടൻ ആദ്യമെടുത്ത നിലപാടാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് ഇനി അമേരിക്കയിൽ ഇടമുണ്ടാവില്ല എന്ന്. അത് ഇപ്പോൾ പ്രാവർത്തികമാക്കി തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇന്ത്യയിലേക്ക് C-17 വിമാനത്തിൽ അനധികൃത കുടിയേറ്റക്കാർ മടങ്ങിയെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകാനിരിക്കെയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അമേരിക്കയിൽ നിന്ന് അനധികൃതമായ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാരെയും തിരിച്ചയക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അമേരിക്കയിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ തിരിച്ചയക്കുന്നത്. ഈ വിമാനം അവിടെ നിന്ന് C-17 എയർഫോഴ്സ് വിമാനത്തിൽ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായി എത്ര മണിക്ക് ഇത് ഇന്ത്യയിൽ എത്തിച്ചേരും അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു തിരിച്ചയക്കൽ നടപടികളുടെ അന്തിമ ഘട്ടത്തിലാണ് അമേരിക്ക നിൽക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്ന ഒന്നാണ്. 7.25 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്കാർ അവിടെ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അതോടൊപ്പം തന്നെ ഇപ്പം നിലവിലെ പട്ടികയിൽ തന്നെ 18,000-ഓളം ഇന്ത്യക്കാരാണ് ഉള്ളത്. 18,000-ഓളം ഇന്ത്യക്കാർ നിലവിൽ തിരിച്ചയക്കാൻ വേണ്ടി അമേരിക്ക തയ്യാറാക്കിയ പട്ടികയിലുണ്ട്. എന്നാൽ ഈ ആദ്യ വിമാനത്തിലെ എത്ര പേരാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ രേഖകളില്ലാതെ ആ രാജ്യത്ത് താമസിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെയൊക്കെ അമേരിക്കയിൽ ഇത്രയും കാലം ഈ തരത്തിലേക്ക് അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പലരും വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. ഇതിൽ മലയാളികളടക്കം ഉണ്ടാവാം. അനൗദ്യോഗികമായി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിൽ നിന്നുള്ളവരാണ് ഇന്ന് ഇന്ത്യയിലേക്ക് മടക്കിയ ഈ 18,000 പേരിൽ പകുതിയിൽ കൂടുതൽ പേരും ഗുജറാത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മലയാളികളുടെ എണ്ണം അതിനേക്കാൾ കുറവാണ്. എന്നാലും മലയാളികളുടെ എണ്ണവും ഉണ്ട്. പ്രധാനമായും നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യതകളില്ലാതെ അവിടുത്തെ സ്ഥിരം രേഖകൾ ലഭ്യമാകാൻ തടസ്സമുള്ള ആളുകളാണ് ഇങ്ങനെ തിരിച്ചയക്കുന്നത്. ഇങ്ങനെ ഈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഏകദേശം 7.25 ലക്ഷത്തോളം ആളുകൾ അമേരിക്കയിലുണ്ടെങ്കിൽ അത്രത്തോളം ആളുകളെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. ആദ്യമായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധമൊക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് തന്നെയാണ് ഈ തരത്തിലേക്ക് ഇന്ത്യക്കാരെയും തിരിച്ചയക്കുന്നത്. ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റ് പല മെക്സിക്കോ അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളുണ്ട്. ഇവരെല്ലാം തിരിച്ചയക്കും. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്നത് ട്രംപിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യമായിരുന്നു. അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിരൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കാനഡയുമായിട്ടുണ്ടാകുന്ന ഒരു സമവായം അല്ലെങ്കിൽ കാനഡയ്ക്കെതിരെ US പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചുകൊണ്ടൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ട്രൂഡോയുമായുള്ള സംഭാഷണത്തിൽ ഒരു സമവായത്തിന്റെ സാധ്യതകൾ, അതുവരെ വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വലിയ വാക്തർക്കത്തിന്റെ അന്തരീക്ഷമാവുകയാണോ? ശ്രീജ, അമേരിക്ക കാനഡ ബന്ധത്തിൽ കാനഡയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാനഡ ഒരു പരിധി കഴിഞ്ഞാൽ അപമാനിക്കുന്ന രീതിയിലൊക്കെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. അമേരിക്കയുടെ പതാകയിൽ മറ്റൊരു സ്റ്റേറ്റ് കൂടിയായി മാറ്റാം കാനഡ എന്ന തരത്തിലേക്കൊക്കെ ട്രംപ് പറയുകയും കാനഡയ്ക്ക് മേൽ 25% ഇറക്കുമതി തീരുവ കാനഡയിലെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് മറ്റേതെങ്കിലും രാജ്യവുമായി ഉപരോധം ഏർപ്പെടുത്തുന്നത് പോലെയല്ല തൊട്ടടുത്ത് കിടക്കുന്ന കാനഡയുമായി അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകുന്നത്. അത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കൊക്കെ കാരണമാകാൻ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ തരത്തിലുള്ള സാംസ്കാരിക ബന്ധം മാത്രമല്ല പലതരത്തിലുള്ള ജനങ്ങൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു രാജ്യവുമായി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യവുമായി ആ തരത്തിലേക്ക് ഒരു വലിയ സംഘർഷത്തിലേക്ക് പോയാൽ അത് ആഗോളതലത്തിൽ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ അതിനെ എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ആശങ്ക ലോകരാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. കാനഡയുമായി ആ തരത്തിലേക്കുള്ള ഒരു ശത്രു രാജ്യത്തെ പോലെ കണ്ട് കാനഡയുമായി അത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ള നിലപാട്. എന്തായാലും തൽക്കാലം ചർച്ചയുടെ ഒരു അന്തരീക്ഷം ഒരുക്കുക അല്ലെങ്കിൽ ട്രംപിന്റെ അമേരിക്കയുടെ ഒരു ആധിപത്യം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കാനഡ
കാനഡ കുറെ കൂടി വഴങ്ങുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ട്രംപിന്റെ ഇത്തരത്തിലേക്കുള്ള തീരുവ ഏർപ്പെടുത്തൽ എന്നാണ് ചില വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി അങ്ങനെയല്ല, കാനഡയ്ക്ക് മേൽ അമേരിക്കക്കാർക്ക് അമേരിക്കയുടെ ഒരു ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിറ്റഴിക്കുക, അല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ സാമ്പത്തികമായി ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തിൽ നടത്തുന്ന നീക്കമാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഈ ഡോളറിന്റെയൊക്കെ വില കുതിച്ചുയരും, ഡോളർ കൂടുതൽ ആളുകളൊക്കെ ആഗോളതലത്തിൽ തന്നെ ഡോളർ വാങ്ങിക്കൂട്ടാൻ വേണ്ടിയുള്ള വലിയ ശ്രമമൊക്കെ ഈ തീരുവയുടെ ഫലമായിട്ടുണ്ടാകുന്നു. അത് സ്ഥിരമായി നിലനിൽക്കുന്നതാണെന്നും അല്ലെന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിലടക്കം വിദഗ്ധരുടെ ഭാഗത്തു നിന്നടക്കം വരുന്നത്. എന്തായാലും ഇത് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലം ആ തീരുമാനം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നതും. എന്നാൽ തീരുമാനം പൂർണ്ണമായും ഒഴിവാക്കിയെന്ന പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരാത്തതും. ശരി, കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.